ഈശോയിൽ സ്നേഹമുള്ളവരെ, പുതുപ്പാടി വിൻസെൻഷൻ ജൂബിലി ധ്യാന കേന്ദ്രത്തിൽ നിന്നും ഏവർക്കും പ്രാർത്ഥനാശംസകൾ. ജൂബിലാത്തെ വചനവിരുന്നിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്നേഹമുള്ളവർ, ഈ ദിവസങ്ങളിൽ മൂലപാപങ്ങളെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ കാണുന്നത് കൊതി എന്ന മൂലപാപത്തെക്കുറിച്ചാണ്. കൊതി നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രതിസന്ധികൾ തീർക്കുന്നു. ആർത്തി, നമ്മൾ പറയില്ലേ, വളരെയധികം ആർത്തിയുള്ള വ്യക്തിയാണ്, പ്രത്യേകിച്ച് ഭക്ഷണ സാധനങ്ങളോട്. അപ്പോൾ കൊതി ഒരു ജീവിതത്തിൽ മൂലപാപമായി മറ്റുള്ള പാപങ്ങളിലേക്ക് നമ്മളെ നയിക്കാം. അതേക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 23-ാം അധ്യായം 4 മുതലുള്ള തിരുവചനങ്ങളിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: എൻ്റെ പിതാവും ദൈവവുമായ കർത്താവേ, അധമ വികാരങ്ങൾക്ക് ഞാൻ അടിമയാകരുതേ. അമിതമായ ആഹാരപ്രിയമോ ഭോഗാസക്തിയോ എന്നെ കീഴടക്കാതിരിക്കട്ടെ. നിർലജ്ജമായ വികാരങ്ങൾക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. അമിതമായ ആഹാരപ്രിയമോ ഭോഗാസക്തിയോ എന്നെ കീഴടക്കാതിരിക്കട്ടെ. സ്നേഹമുള്ളവർ, നമുക്കറിയാം, ഇന്നത്തെ ലോകത്തിലേക്ക് നമ്മൾ തിരിഞ്ഞാൽ തിന്ന് കുടിച്ച് മതിച്ച് നടക്കുവാനും അതിൽ ആനന്ദം കണ്ടെത്തുവാനും അതിനുവേണ്ടി എത്ര പണം ചെലവിടാനും മടിയില്ലാത്ത അനേകരെ നമ്മൾ ഇന്നത്തെ ഈ ലോകത്തിൽ കണ്ടുമുട്ടുമ്പോൾ കർത്താവ് വചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അമിതമായ ആഹാരപ്രിയം, അമിതമായ ഭോജനം, അമിതമായ ലഹരി വസ്തുക്കളോടുള്ള അല്ലെങ്കിൽ ലഹരി വസ്തുക്കളുള്ള താല്പര്യം, ഇതെല്ലാം കൊതിയാണ്. അതൊരു ജഡത്തിൻ്റെ വ്യാപാരമാണ്. നമ്മളെ മറ്റു പാപങ്ങളിലേക്ക്, തിന്മകളിലേക്ക് കൊണ്ടുപോകുന്നു. നമ്മുടെ ആത്മാവിനെ തളർത്തുന്നു. ലോകത്തോട് കൂടുതൽ താല്പര്യമുള്ളവരാക്കി നമ്മളെ മാറ്റുന്നു. നമ്മുടെ ശരീരത്തിനും അതൊത്തിരിയേറെ അപകടമുണ്ടാക്കുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 23-ാം അധ്യായം 20 മുതൽ 20-21 വചനങ്ങൾ പഠിപ്പിക്കുകയാണ്: അമിതമായി വീഞ്ഞു കുടിക്കുകയും മാംസം ഭക്ഷിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ പെടരുത്. അമിതമായി വീഞ്ഞു കുടിക്കുകയും മാംസം ഭക്ഷിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ പെടരുത്. എന്തെന്നാൽ മദ്യപനും ഭോജനപ്രിയനും ദാരിദ്ര്യത്തിൽ അകപ്പെടും. മത്ത് പിടിച്ചു മയങ്ങുന്നവന് കീറത്തുണി ഉടുക്കേണ്ടി വരും. അപ്പോൾ കർത്താവിൻ്റെ വചനം പറയുകയാണ്, മത്ത് പിടിച്ചു മയങ്ങുന്നവന്, വലിയ തീറ്റയ്ക്ക് പുറകിൽ നടക്കുന്നവർക്ക്, കൂടുതൽ കൂടുതൽ രുചികരമായ ആഹാരങ്ങൾ തേടി നടക്കുന്നവർക്ക്, അവർ ഭോജനപ്രിയർ, ദാരിദ്ര്യത്തിൽ അകപ്പെടും, അവർ കീറത്തുണി എടുക്കേണ്ടി വരും എന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. സ്നേഹമുള്ളവരെ, തിന്നു കുടിച്ച് ആനന്ദിക്കുക ജീവിത ലക്ഷ്യമായിട്ടെടുത്തിട്ടുള്ളവർ, അവർ പലപ്പോഴും പലവിധത്തിലുള്ള കലഹങ്ങളും പ്രശ്നങ്ങളും കുടുംബത്തിലുണ്ടാകുന്നു. കാരണം അവർക്ക് ഏറ്റവും രുചികരമായ ഭക്ഷണം നിർബന്ധമായിരിക്കും. ഭക്ഷണകാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും അവർ തയ്യാറാവുകയില്ല. ഭക്ഷണത്തിന് അല്പം രുചി കുറഞ്ഞാൽ, അല്ലെങ്കിൽ ഭക്ഷണത്തിന് അല്പം ടേസ്റ്റ് വ്യത്യാസം വന്നാൽ അവർ കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാക്കുന്നു. അവരായിരിക്കുന്ന ഇടങ്ങളിൽ കലഹങ്ങൾ ഉണ്ടാക്കുന്നു. ചില ഹോട്ടലുകളിലൊക്കെ പോയി ഭക്ഷിക്കുമ്പോൾ പോലും അവർ വലിയ പ്രതിസന്ധികളും കലഹങ്ങളും വഴക്കുകളൊക്കെ ഉണ്ടാക്കുന്നു. അമിതമായ ഭോജനപ്രിയം അത് വലിയ അപകടമാണ്. അത് ഒരു മൂലപാപമാണ്. അതിനെ നമ്മൾ അതിജീവിക്കേണ്ടതുണ്ടെന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. കൊതി മൂലം, അമിതമായ ഭോജനം മൂലം ആരോഗ്യം നഷ്ടപ്പെടുന്നു. ആത്മീയത നഷ്ടപ്പെട്ട് ഭക്ഷണത്തിൻ്റെ പുറകെ എപ്പോഴും ഓടി നടക്കുന്നു. എപ്പോഴും ഭക്ഷണത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ കുറേ ഭക്ഷണമൊക്കെ വേസ്റ്റാക്കി കളയുകയും ചെയ്യുന്നു. ഇവിടെ നമുക്ക് ഈ കൊതിയെ അതിജീവിക്കേണ്ടതുണ്ട്. അതിന് ദൈവത്തിൻ്റെ കൃപയിൽ നമ്മൾ ആശ്രയിക്കേണ്ടതുണ്ട്. ദൈവത്തിൻ്റെ സഹായം നമുക്ക് ആവശ്യമാണ്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ ഈശോ ഇപ്രകാരം പറയുന്നുണ്ട്: അവൻ പ്രതിവചിച്ചു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നതെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ തന്നെ പ്രലോഭനത്തിൽ വീഴ്ത്താൻ വന്ന ആത്മാവിനോട് യേശു പറയുകയാണ്, ഈ ഭക്ഷണത്തിൻ്റെ പ്രലോഭനവുമായിട്ടൊന്നും എൻ്റെ അരികിൽ വരണ്ട. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം.
ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കുന്നതെന്ന് എനിക്കറിയാം. അത് ഈശോയുടെ ബോധ്യം. എത്ര നല്ല ബോധ്യങ്ങളാണ്, എത്ര വലിയ ബോധ്യങ്ങളാണ്. ഏത് പ്രലോഭനത്തെയും അതിജീവിക്കുവാൻ ഈശോയ്ക്ക് കഴിവുണ്ടായിരുന്നു, ശക്തിയുണ്ടായിരുന്നു, അതിനുള്ള അഭിഷേകവും കൃപയും ഉണ്ടായിരുന്നു. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കേണ്ടത് എന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. തിമോത്തിക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 6-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങളിൽ വചനപ്രകാരം പഠിപ്പിക്കുന്നു, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ്. കാരണം നാം ഈ ലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോകാനും നമുക്ക് സാധിക്കുകയില്ല. ഭക്ഷണവും വസ്ത്രവും ഉണ്ടെങ്കിൽ ഉള്ളതുകൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാം. കർത്താവിൻ്റെ വചനം പറയുകയാണ്, അത്യാവശ്യം ധരിക്കാനുള്ള വസ്ത്രവും അത്യാവശ്യം കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് തൃപ്തിപ്പെട്ട് കഴിയാൻ സാധിച്ചാൽ അത് വലിയൊരു അനുഗ്രഹമാണ്. കാരണം നമ്മൾ ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇനി ഇവിടെ നിന്ന് പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകാനും പോകുന്നില്ല. അതേക്കുറിച്ച് ടെൻഷൻ അടിച്ചതുകൊണ്ടോ അതേക്കുറിച്ച് സങ്കടപ്പെട്ടിരുന്നത് കൊണ്ടോ അതിൻ്റെ പുറകെ നടന്നുകൊണ്ടോ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, വരുമ്പോൾ ഒന്നും കൊണ്ടുവരുന്നില്ല, പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ല. അതുകൊണ്ടുള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കണമെന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ വിശുദ്ധർക്ക് ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു. സ്നേഹമുള്ളവരെ, വിശുദ്ധർ ഈ ഭക്ഷണ കാര്യങ്ങളിലൊക്കെ നിയന്ത്രണം വളരെയധികം പാലിച്ചിരുന്നു. വിശുദ്ധ ബെനഡിക്റ്റ്, വലിയ സന്യാസ സഭയൊക്കെ സ്ഥാപിച്ച വിശുദ്ധനായ ബെനഡിക്റ്റ്, അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ടൊരു ബോധ്യമുണ്ടായിരുന്നു. ഈ ആഹാരവും ഭക്ഷണവും അതോടൊപ്പം തന്നെ ആത്മീയ കാര്യങ്ങളും ബാലൻസ് ചെയ്ത് കൊണ്ടുപോയില്ലെങ്കിൽ മനുഷ്യരുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകും, ദൈവത്തോടുള്ള താല്പര്യം കുറയും എന്നൊക്കെ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അപ്പോൾ അദ്ദേഹം ആ സന്യാസ സഭയുടെ നിയമങ്ങളൊക്കെ ക്രമീകരിക്കുമ്പോൾ വളരെ മനോഹരമായിട്ടാണ് സന്യാസികൾക്ക് വേണ്ടി അദ്ദേഹം നിയമങ്ങളൊക്കെ ക്രമീകരിച്ചത്. ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണം കഴിക്കണം, അതേസമയം ശരീരത്തിന് കൂടുതൽ ഉണർവും ശക്തിയും ലഭിക്കുന്ന രീതിയിൽ അത്യാവശ്യം ജോലി എടുക്കണം, ഓരോ ദിവസവും അത്യാവശ്യം വിശ്രമിക്കണം. അങ്ങനെ എല്ലാം ബാലൻസ് ചെയ്തുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്ന വിധത്തിലുള്ള നിയമ ചട്ടങ്ങൾ അദ്ദേഹം ഒരുക്കി. അങ്ങനെ ഒത്തിരിയേറെ സന്തോഷത്തോടെ സമാധാനത്തോടു കൂടെ ജീവിക്കാൻ അങ്ങനെ സന്യാസികൾക്ക് സാധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ സ്നേഹമുള്ളവരെ, ഇവിടെ ജീവിതത്തിന് ഒരു നിയന്ത്രണം നമുക്ക് ആവശ്യമാണ്. നമ്മൾ കൊതിയുടെ പുറകെ ആർത്തിയുമായിട്ട് നടക്കരുത്. പ്രത്യേകിച്ച് ഭക്ഷണത്തിൻ്റെയും കുടിക്കുന്ന വസ്തുക്കളുടെയും പുറകെ ഇങ്ങനെ നടക്കരുതെന്ന് കർത്താവിൻ്റെ വചനം പറയുന്നു. ശരിയായ ദാഹവും ശരിയായ വിശപ്പും മാറ്റാൻ ദൈവത്തിനാണ് സാധിക്കുന്നത്. മനുഷ്യൻ്റെ ശരിയായ ദാഹവും ശരിയായ വിശപ്പും മാറ്റാൻ ദൈവത്തിനാണ് സാധിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായം 35-ാം തിരുവചനത്തിൽ വചനം പറയുകയാണ്, യേശു അവരോട് പറഞ്ഞു, ഞാനാണ് ജീവന്റെ അപ്പം, എൻ്റെ അടുത്ത് വരുന്നവൻ ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. ഇപ്പൊ സ്നേഹമുള്ളവരെ, അമിതമായ ഭോജനത്തോടും ഭക്ഷണ വസ്തുക്കളോടും നിയന്ത്രിക്കാനാകാത്ത വിധം വിശപ്പും ദാഹവും ഉള്ളവർ അവർ യേശുവിൻ്റെ അരികിലേക്ക് ചെല്ലട്ടെ, ജീവന്റെ അപ്പത്തിൻ്റെ അരികിലേക്ക് ചെല്ലട്ടെ. യേശു പറയുകയാണ്, ഞാൻ അവരെ അനുഗ്രഹിക്കും, ഞാൻ അവരെ തൃപ്തിപ്പെടുത്തും, ഞാൻ അവർക്ക് ആവശ്യമുള്ള സൗഖ്യം നൽകും, അഭിഷേകം നൽകും. അതെ, യഥാർത്ഥമായിട്ട് നമ്മുടെ വിശപ്പകറ്റാൻ, നമ്മുടെ ദാഹം നീക്കാൻ അത് കർത്താവിനാണ് സാധിക്കുക, ജീവന്റെ അപ്പത്തിനാണ് സാധിക്കുക എന്ന് കർത്താവിൻ്റെ വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു. സ്നേഹമുള്ളവരെ, നമുക്കറിയാം അമ്മ ത്രേസ്യ പുണ്യവതിയുടെ പ്രത്യേകമായിട്ടുള്ള ധ്യാന രീതിയിലൂടെ ഒത്തിരിയേറെ ആളുകൾക്ക് വലിയ സൗഖ്യവും അഭിഷേകവും കൃപയും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മ ത്രേസ്യ പുണ്യവതി എന്താണ്? കൂടുതൽ സമയം ദൈവത്തോടൊപ്പമായിരുന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ സന്തോഷിക്കുന്ന ഒരവസ്ഥയിലുള്ള ഒരു ധ്യാന രീതി രൂപപ്പെടുത്തിക്കൊണ്ടുവന്നു. അപ്പോൾ അങ്ങനെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ സന്തോഷിക്കുന്ന, ആനന്ദിക്കുന്ന ഒരു ധ്യാന രീതി രൂപപ്പെടുത്തിക്കൊണ്ടുവന്നു. അങ്ങനെ ഒത്തിരിയേറെ ആളുകൾ ഈ ധ്യാന രീതിയിൽ പരിശീലിക്കാൻ തുടങ്ങി. അപ്പോൾ എന്ത് സംഭവിച്ചു? അവർക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ കൂടുതൽ ആനന്ദം കിട്ടിയപ്പോൾ അവർ ഭക്ഷണത്തോടുള്ള അമിതമായ പ്രിയവും മറന്നു. അതോടൊപ്പം മറ്റു കാര്യങ്ങളോടുള്ള, ലോകത്തിൻ്റെ കാര്യങ്ങളോടുള്ള ആ പ്രിയമൊക്കെ കുറഞ്ഞു. അവർ ദൈവത്തിൽ ആനന്ദിക്കാൻ തുടങ്ങി. അവർ കൂടുതൽ സമയം ദൈവത്തോടൊപ്പം ആയിരിക്കാൻ തുടങ്ങി. അങ്ങനെ കൊതിയിൽ നിന്നും അതോടൊപ്പം ലോകമോഹങ്ങളിൽ നിന്നും അവർക്ക് രക്ഷപ്പെടുവാൻ സാധിച്ചു. ഇപ്പോൾ സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ വചനം പറയുകയാണ്, ദൈവകൃപയാൽ ദൈവമായിട്ടുള്ള ബന്ധത്തിലൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ജീവിച്ച് നമുക്ക് ഈ കൊതിയെ അതിജീവിക്കുവാൻ നമുക്ക് സാധിക്കും. വിശുദ്ധ
ഫ്രാൻസിസ് അസീസിക്ക് ഇത് വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു. ഈ ഭക്ഷണത്തോടുള്ള കൊതിയും ഈ ഭക്ഷണത്തോടുള്ള ആർത്തിയുമൊക്കെ ദൈവസ്നേഹത്തിൽ നിന്ന് അകറ്റും, ദൈവവുമായിട്ടുള്ള ബന്ധത്തെ തകർക്കും എന്ന് ഫ്രാൻസിസ് അസീസിക്ക് അറിയാമായിരുന്നു. അദ്ദേഹം വലിയൊരു സമ്പന്ന കുടുംബത്തിൽ നിന്ന് വന്ന വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹം ദാരിദ്ര്യത്തിലുള്ള പുണ്യത്തെയാണ് അദ്ദേഹം സ്നേഹിച്ചത്. അദ്ദേഹത്തിന് മനസ്സിലായി ഈ അമിതമായ ഭോജനപ്രിയവും അമിതമായ കുടിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ദൈവത്തോട് അടുക്കുന്നതിന് തടസ്സമാണ്. അദ്ദേഹം വളരെ നിയന്ത്രണത്തോടുകൂടി ജീവിച്ചു. അദ്ദേഹം വലിയ വിശുദ്ധനായി തീരുകയും ചെയ്തു. സ്നേഹമുള്ളവരെ, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 18-19 തിരുവചനങ്ങൾ വചനം പഠിപ്പിക്കണം. എന്നാൽ പലരും ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ശത്രുക്കളായി ജീവിക്കുന്നുവെന്ന് പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് തന്നെ ഇപ്പോൾ കണ്ണീരോടെ ഞാൻ ആവർത്തിക്കുന്നു. നാശമാണ് അവരുടെ അവസാനം, ഉദരമാണ് അവരുടെ ദൈവം. വചനം പഠിപ്പിക്കുകയാണ്, ഉദരമാണ് അവരുടെ ദൈവം, ലജ്ജാകരമായതിൽ അവർ അഭിമാനം കൊള്ളുന്നു. അങ്ങനെ ചില ആളുകളൊക്കെ ഉണ്ട്. ഉദരമാണ് അവരുടെ ദൈവം, ഭക്ഷണമാണ് അവരുടെ ദൈവം. ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഭക്ഷണം, കുടി, അങ്ങനെയുള്ള വസ്തുക്കളാണ്. അതിനുവേണ്ടി മറ്റെല്ലാം ഉപേക്ഷിക്കുന്നവർ, മാതാപിതാക്കളെയും മക്കളെയും ജീവിത പങ്കാളിയും ഒക്കെ മറന്ന് ഭക്ഷണത്തിനും കുടിക്കും വേണ്ടി നടക്കുന്ന വ്യക്തികളുണ്ട്. അവരെക്കുറിച്ച് പൗലോസ് ശ്ലീഹ പറയാണ്, ഉദരമാണ് അവരുടെ ദൈവം, നാശമാണ് അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് കർത്താവ് വചനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പൗലോസ് ശ്ലീഹയൊക്കെ വളരെ മനോഹരമായിട്ട് ഒരു ബാലൻസ് ചെയ്ത് ജീവിതം നയിച്ച വ്യക്തിയായിരുന്നു. കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 6-ാം അധ്യായം 12-13 തിരുവചനങ്ങളിൽ പൗലോസ് ശ്ലീഹ പറയാണ്, എല്ലാം നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പ്രയോജനകരമല്ല. എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എന്നാൽ ഒന്നും എന്നെ അടിമപ്പെടുത്തുവാൻ ഞാൻ സമ്മതിക്കുകയില്ല. ആഹാരം ഉദരത്തിനും ഉദരം ആഹാരത്തിനും വേണ്ടിയാണ്, എന്നാൽ ദൈവം ഇതിനെയെല്ലാം നശിപ്പിക്കും. അപ്പോൾ സ്നേഹമുള്ളവരെ, ബാലൻസ് ചെയ്തുള്ളൊരു ജീവിതമായിരുന്നു പൗലോസ് ശ്ലീഹയുടെ. എല്ലാ കാര്യങ്ങളും നിയമാനുസൃതമാണ്. ഭക്ഷണം കഴിക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. അത് വിചാരിച്ച് എപ്പോഴും ഭക്ഷണത്തിൻ്റെ പുറകെ നടക്കുക, അല്ലെങ്കിൽ കുടിയുടെ പുറകെ നടക്കുക, അങ്ങനെയല്ല ജീവിതത്തെ ക്രമീകരിക്കേണ്ടത്. കൊതിയും ആർത്തിയും നമ്മുടെ ജീവിതത്തെ വല്ലാതെ തകർത്ത് കളയും, ദൈവത്തിൽ നിന്ന് അകറ്റും, നമ്മുടെ ആരോഗ്യം നശിപ്പിക്കും, കുടുംബ ബന്ധങ്ങളിൽ തകർച്ചയുണ്ടാക്കും, ദാരിദ്ര്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും, പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അതുകൊണ്ട് കർത്താവിൻ്റെ വചനം പറയുകയാണ്, ഈ കൊതി എന്ന മൂലപാപത്തെ അതിജീവിക്കേണ്ടതുണ്ട്. അതിന് ദൈവകൃപ നമുക്ക് ആവശ്യമാണ്. ദൈവത്തിൽ ആശ്രയിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. വിശുദ്ധരൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ കൂടുതൽ സമയം ആനന്ദിച്ച് ഇങ്ങനെയുള്ള പ്രവണതകളൊക്കെ അതിജീവിച്ചതുപോലെ നമുക്ക് നല്ല കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തുടർന്ന് വരുന്ന ആരാധനയിൽ കർത്താവേ, ഈ കൊതി എന്ന ആർത്തി, ഈ മൂലപാപത്തിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ, അതിന് വിജയം നേടുവാൻ എന്നെ സഹായിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ വരൂ, സത്യദൈവ സൂനുവിനെ നിത്യവും വാഴ്ത്തിടാം. ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ വരൂ, സത്യദൈവ സൂനുവിനെ നിത്യവും വാഴ്ത്തിടാം. ആരാധന ആരാധന യേശുവേ, ആരാധന 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 യേശുവേ, ആരാധന 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 യേശുവേ, ആരാധന.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ആത്മാവിലും സത്യത്തിലും നമ്മൾ ആരാധിക്കുന്ന ദിവ്യകാരുണ്യ ഈശോ നമ്മുടെ അരികിലേക്ക്, ഭവനത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഈശോയെ അനുഗ്രഹിക്കണമേ, എന്നെ അനുഗ്രഹിക്കണം, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, എൻ്റെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, മൂലപാപമായ കൊതിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ധ്യാനിച്ചത്. കൊതി അത് പലപ്പോഴും വലിയ ആർത്തിയായി മാറുന്നു. അത് നമ്മുടെ ജീവിതങ്ങളെ തകർക്കുന്നു, നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നു, കുടുംബ ബന്ധങ്ങളിൽ പോലും വിള്ളലുകൾ ഉണ്ടാകുന്നു. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, എൻ്റെ പിതാവും ദൈവവുമായ കർത്താവേ, അധമ വികാരങ്ങൾക്ക് ഞാൻ അടിമയാകരുതേ. അമിതമായ ആഹാരപ്രിയമോ ഭോഗാസക്തിയോ എന്നെ കീഴടക്കാതിരിക്കട്ടെ. അതെ, തിന്നുകുടിച്ച് ആനന്ദിക്കുന്നത് ജീവിത ലക്ഷ്യമായിട്ട് എടുത്തിട്ടുള്ള അനേകം മനുഷ്യർ ഈ ലോകത്തിലുണ്ട്. അവർക്കെപ്പോഴും രുചികരമായ ഭക്ഷണം കിട്ടണം. അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങളല്ല എങ്കിൽ കലഹങ്ങൾ ഉണ്ടാക്കും, ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. കർത്താവ് തിരുവചനത്തിലൂടെ പഠിപ്പിക്കുകയാണ്, കൊതി, ആർത്തി, അമിത ഭോജനം അത് മൂലപാപമാണ്. അത് വലിയ പ്രതിസന്ധികളിലേക്ക്, അപകടങ്ങളിലേക്ക് വ്യക്തിപരമായ ജീവിതത്തെയും കുടുംബത്തെയും നയിക്കുന്നു. നമ്മുടെ ജീവിതത്തെ നമ്മൾ ഇതൊക്കെ ബാലൻസ് ചെയ്ത് നമ്മൾ കൊണ്ടുപോകേണ്ടതുണ്ട്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിലും നമ്മൾ വായിച്ചു, അമിതമായി വീഞ്ഞു കുടിക്കുകയും മാംസം ഭക്ഷിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ പെടരുത്, എന്നാൽ അവര് ദാരിദ്ര്യത്തിൽ അകപ്പെടും എന്ന് കർത്താവ് മുന്നറിയിപ്പ് നൽകിയ, കീറത്തുണി എടുക്കേണ്ടി വരും എന്ന് മുന്നറിയിപ്പ് നൽകിയ. സ്നേഹമുള്ളവരെ, നമുക്ക് നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കാം, നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളെ സമർപ്പിക്കാം. സഭയിൽ, തിരുസഭയിൽ സന്യാസ ഭവനങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ ഫൗണ്ടേഴ്സ് ആയിട്ടുള്ളവർ, അത് സ്ഥാപിച്ച വിശുദ്ധ ബെനഡിക്റ്റ്, അതുപോലെയുള്ള ഫൗണ്ടേഴ്സൊക്കെ അവർ അത്യാവശ്യം ജീവിതത്തിലെ അത്യാവശ്യ ഭക്ഷണ കാര്യങ്ങളും ജീവിതത്തിൻ്റെ മറ്റ് കടമകളും എല്ലാം ക്രമീകരിച്ചുകൊണ്ട്, ബാലൻസ് ചെയ്തുകൊണ്ടുള്ളൊരു ജീവിതം ക്രമീകരിച്ചു. വിശുദ്ധ ഫ്രാൻസിസ് അസീസി കൂടുതൽ ദാരിദ്ര്യത്തിന്, ഒരു ദാരിദ്ര്യം നിറഞ്ഞ ജീവിതത്തിന് പ്രാധാന്യം കൊടുത്തു. കാരണം അതെല്ലാം ദൈവസന്നിധിയിലായിരിക്കുന്നതിനും കൂടുതൽ ദൈവാനുഭവത്തിലേക്ക് കടന്നു വരുന്നതിനും അദ്ദേഹത്തെ സഹായിച്ചതുകൊണ്ടാണ്. ഈശോ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഞാനാണ് ജീവന്റെ അപ്പം, എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. അതേ സ്നേഹമുള്ളവരെ, ഈ കൊതി, ആർത്തിയെ അതിജീവിക്കുവാൻ നമുക്ക് ദൈവകൃപ വേണം, ആത്മനിയന്ത്രണം വേണം. അതിന് ദൈവമാണ് നമ്മളെ സഹായിക്കുക, ജീവന്റെ അപ്പമാണ് നമ്മളെ സഹായിക്കുക. അതിന് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊന്നു ചേർന്ന് ഈ ഗാനത്തോട് ചേർന്ന് സൗഖ്യത്തിനും അഭിഷേകത്തിനുമായി പ്രാർത്ഥിക്കാം. പറന്നിറങ്ങിയിടണേ, നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. ഓ പാവനാത്മാവേ, പറന്നിറങ്ങിയിടണേ, നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. ദൈവത്തിൻ്റെ ആത്മാവേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക് കടന്നു വരണമേ. കൊതിയിൽ നിന്ന്, ഞങ്ങളെ ആർത്തികളിൽ നിന്ന്, അമിത ഭോജന പ്രിയത്തിൽ നിന്ന് ഞങ്ങൾക്ക് വിടുതൽ നൽകണമേ. ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് വിടുതൽ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ സ്വർഗശക്തിയെ, ശക്തി എന്നിലേകണേ. ഓ സ്വർഗശക്തിയെ, ശക്തി എന്നിലേകണേ. ദൈവസ്തുതി പാടിടാൻ ദൈവസ്നേഹം നൽകണമേ. ദൈവസ്തുതി പാടിടാൻ
ദൈവസ്നേഹം നൽകണമേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങിയിടണേ. നിൻ വിശുദ്ധി എൻ്റെ അകത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങിയിടണേ. നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങിയിടണേ. നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, മഹത്വം, മഹത്വം, മഹത്വം. യേശുവേ ആരാധന, മഹത്വം, 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 മഹത്വം. യേശുവേ എല്ലാ മക്കളെയും സുഖപ്പെടുത്തണമേ. എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ. എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവേ ആരാധന, 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 മഹത്വം, 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 മഹത്വം. പൗലോസ്ലീഹ പറയുകയാണ്, ചില ആളുകളുടെ ഉദരമാണ് അവരുടെ ദൈവം, നാശമാണ് അവരുടെ അവസാനമെന്ന്. അതെ, അമിതമായ ഭോജനപ്രിയത്തിനും തിന്നു കുടിച്ച് നടക്കാനും അങ്ങനെ ആഗ്രഹിച്ചു നടക്കുന്ന എല്ലാ സഹോദരങ്ങളെയും നമുക്ക് ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. ഈശോയെ വിടുതൽ നൽകണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 23-ാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: ഭരണാധിപനോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ നിന്റെ മുമ്പിലുള്ളത് എന്താണെന്ന് ശ്രദ്ധിക്കുക. ഭക്ഷണ കൊതിയനാണെങ്കിൽ നിയന്ത്രണം പാലിക്കുക. അവൻ്റെ വിശിഷ്ട വിഭവങ്ങളിൽ കൊതിവെക്കരുത്, അത് നിന്നെ ചതിക്കും. അതേ സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ആത്മനിയന്ത്രണം നമുക്ക് ആവശ്യമാണ്. കൊതിയെ നമ്മൾ അതിജീവിക്കേണ്ടതുണ്ട്. അതിന് ദൈവത്തിൻ്റെ സഹായം നമുക്ക് ആവശ്യമാണ്. പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് ആവശ്യമാണ്. നമ്മുടെ കുടുംബങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ ആരെങ്കിലും ഭോജനപ്രിയരായിട്ടുണ്ടെങ്കിൽ കർത്താവെ അവരെ തൊടണമേ, അവർക്ക് വിടുതൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ ഭോജനപ്രിയം മൂലം കുടുംബത്തിൽ നിരന്തരം കലഹങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഈശോയെ ഈ മേഖലയിൽ ഞങ്ങൾക്ക് സൗഖ്യം നൽകണമേ, വിടുതൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം നമ്മുടെ മറ്റു നിയോഗങ്ങളും പ്രാർത്ഥനകളെല്ലാം ഈശോയ്ക്ക് സമർപ്പിച്ച് ഈശോയെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്കൊരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.